അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. കാപ്പിൽ വരുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് മുഖം കാണുന്നത് നല്ലതാണല്ലോ. അപ്പോഴാണ് അതിൻ്റെ പുത്തനങ്ങാടി വരുമ്പോൾ ആ ഒരു പരിചയം പുതുക്കാൻ കഴിയുക. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ومولانا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله حسبنا الله ونعم الوكيل نعم المولى ونعم النصير غفرانك ربنا وإليك المصير أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل لولا أن الشياطين يحومون على قلوب بني آدم لنظروا إلى ملكوت السماوات حبيبنا محمد رسول الله ثم الله عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد وسعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم يا ربي بالمصطفى بلغ مقاصدنا
واغفر لنا ما مضى يا واسع الكرم مولاي അഭിവന്ദരായ മഹല്ലിന്റെ മുദദ്ദിസ്, എൻ്റെ പ്രിയ സുഹൃത്തുകൂടെയായ അബ്ദുൽ ഹക്കീം ഫൈലി അവർകളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായ മഹല്ലിന്റെ നായകന്മാരെ, മുതഅല്ലിമീങ്ങളെ, അതിരറ്റ് സ്നേഹിക്കുന്ന ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ മാസമായ വിശുദ്ധ റജബിൽ അല്ലാഹുവിനെ അറിയുക, അവന്റെ അടിമയായി ജീവിക്കുക എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി അല്പസമയം നിങ്ങളുമായി സംവദിക്കുന്നതിന് മുമ്പ് ഉടമയായ അല്ലാഹുവോട് ആദ്യമായി ദുആ ചെയ്യാനുള്ളത്, അല്ലാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അല്ലാഹുവിനെ യഥാവിധി അറിഞ്ഞുകൊണ്ട് യഥാർത്ഥ അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ അടിമകളുടെ കൂട്ടത്തിൽ, അല്ലാഹു സ്വീകരിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുകയും മരിക്കുന്ന സമയം ഒരു മുഅ്മിനിന്റെ ലക്ഷണത്തോടുകൂടെ മുഅ്മിനായി മരിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുകയും ചെയ്യട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ, മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം എന്നാഗ്രഹിക്കുന്നവരാണ്. എല്ലാരും മുഅ്മിനീങ്ങൾ തന്നെയല്ലേ? മുഅ്മിനീങ്ങളൊക്കെ ഒന്ന് ബിസ്മില്ലാഹി കയ്യെന്തിച്ചാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തു പോരാ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്കൊരു പ്രഭാത സമയത്ത് ഹാരിസ എന്ന പേരുള്ള ഒരു സ്വഹാബി വരികയാണ്. ഹാരിസ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് വന്നുകൊണ്ട് സലാം പറയുമ്പോൾ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ സലാം അടക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, കൈഫ അസ്ബഹത യാ ഹാരിസ, എന്താണ് ഹാരിസ നിങ്ങളുടെ പ്രഭാത വിശേഷമെന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോൾ ഹാരിസ റളിയല്ലാഹു അൻഹു നബിയോട് പറയുകയാണ്, അസ്ബഹതു മുഅ്മിനൻ ഹഖ്ഖാ, ഞാനൊരു യഥാർത്ഥ മുഅ്മിനാണ് നബിയേ, ഞാനൊരു പരിപൂർണ മുഅ്മിനാണ് തങ്ങളെ. ധൈര്യസമേതം പ്രവാചകന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് ഞാനൊരു യഥാർത്ഥ മുഅ്മിനാണ് എന്ന് പറയുമ്പോൾ നബി തങ്ങൾ ഹാരിസ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, മാ ഹഖീയത്തു ഈമാനിക, എന്തൊരു ധൈര്യത്തിലാണ്, എന്തൊരു ഉറപ്പിലാണ് ഞാനൊരു യഥാർത്ഥ മുഅ്മിനാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ
പുഞ്ചിരിച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയേ, മദീന പള്ളിയുടെ 5 കിലോമീറ്റർ അകലെയുള്ള ഉഹദ് പർവ്വതത്തിന്റെ പിൻഭാഗത്ത് നിന്ന് അടിച്ചു വീശുന്നത് പോലെ ഹാരിസയുടെ മൂക്കിലേക്ക് സ്വർഗത്തിന്റെ പരിമളം വരുന്നു നബിയേ. ഈ മദീന പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഹാരിസ അർശിനെ കാണുന്നു നബിയേ. അല്ലാഹുവിന്റെ മലക്കുകളെ കാണുന്നു നബിയേ. ആ സമയത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബ്ദുൻ നവ്വറല്ലാഹു ഖൽബാ. ഹാരിസ റളിയല്ലാഹു അൻഹു ഒരു പ്രത്യേക അടിമയാണ്. ഹാരിസാന്റെ ഹൃദയത്തിൽ അല്ലാഹു ഈമാനികമായ പ്രകാശം നിറച്ചിട്ടുണ്ട്. എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരങ്ങളെ, അള്ളാന്റെ ഭൂമികയിൽ വെച്ചുകൊണ്ട് ഹാരിസ റളിയല്ലാഹു അൻഹു അർശ് കണ്ടിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ മലക്കുകളെ കാണാനുള്ള കഴിവ് മഹാനവറുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു യഥാർത്ഥ മുഅ്മിനിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പറയുന്ന ഞാനും എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരീ സഹോദരന്മാരും ഈ ഭൂമികയിലേക്ക് വന്നിട്ട് വർഷങ്ങൾ പലതും പിന്നിട്ടുമല്ലോ അള്ളാന്റെ മലക്കുകളെ കാണാൻ, അല്ലാഹുവിന്റെ അദൃശ്യലോകമൊന്ന് കാണാൻ എന്തുകൊണ്ടാണ് എനിക്കും നിങ്ങൾക്കും സാധിക്കാതെ വന്നതെന്നറിയുമോ? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ കാരണവും പറയുന്നുണ്ട്. ലൗലാ അന്ന ശയാത്തീന യഹ്റുമൂന അലാ ഖുലൂബി ബനി ആദം ലനദറൂ ഇലാ മലകൂതി സമാവാത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകളെ കണ്ടുപോലുണ്ടോ? മലക്ക് പോണോലെ കണ്ടുപോലുണ്ടോ എന്നല്ല, നമ്മളും കണ്ടുപോകണം. സ്വാമി അയ്യപ്പോ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ മലക്കുകളെ കാണാൻ, അള്ളാഹുവിന്റെ സ്വർഗമടക്കമുള്ള അദൃശ്യമായ ലോകത്തിലേക്ക് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുന്നത്. അതിന് സാധിക്കുന്നതില്ലെന്ന് നമുക്കുള്ള തടസ്സം പുണ്യനബി പറയുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഹൃദയത്തിന്റെ മുകളിൽ പിശാച് ഒരു മറ സ്ഥാപിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് കാണുന്നുണ്ടോ? അപ്പുറത്തേക്ക് കാണുന്നുണ്ടോ? എന്താണ് ഒരു മറ? ഈ ഒരു സദസ്സിന്റെ മധ്യഭാഗത്തൊരു മറയുണ്ടായപ്പോ മറയുടെ പിൻഭാഗത്തിരിക്കുന്ന സഹോദരിമാരെ നമുക്ക് കാണാൻ സാധിക്കാത്തതുപോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറ നീങ്ങിയ നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് പ്രവർത്തനങ്ങളെ കൊണ്ട് പിശാചിന്റെ മറ നീക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് അള്ളാന്റെ സ്വർഗം കാണാം, അള്ളാന്റെ മലക്കുകളെ കാണാം. അല്ലാഹുവേ,
ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറയൊന്ന് നീങ്ങിയിട്ട് മരിക്കുന്നതിന് മുമ്പ് നിന്റെ മലക്കുകളെ കാണാൻ, നിന്റെ സ്വർഗം കാണാൻ, നിന്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമല്ലാ. എങ്ങനെയാണ് ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറ നീങ്ങുക? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ മാർഗവും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. മദീനയിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയുള്ള തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പ്രവാചകന് പോയിരിക്കുമ്പോൾ തബൂക്കിലേക്ക് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മാലാക വരികയാണ്. എന്നിട്ട് നബിയോട് പറയുന്നു, നബിയേ, ഞാനിതാ തബൂക്കിന്റെയും മദീനയുടെയും ഇടയിലുള്ള മറകൾ മുഴുവൻ നീക്കുകയാണ്. നിങ്ങൾ തബൂക്കിൽ ഇരുന്നു കൊണ്ട് മദീനയിലേക്ക് നോക്കണം നബിയേ. ആ സമയത്ത് നബി തങ്ങൾ തബൂക്കിൽ നിന്ന് മദീനയിലേക്ക് നോക്കുമ്പോൾ മദീന മുഴുവൻ മലക്കുകളാണ്. 70,000 മലക്കുകളെ കൊണ്ട് മദീന നിറഞ്ഞിരിക്കുകയാണ്. അത്ഭുതത്തോടുകൂടെ നബി തങ്ങൾ ചോദിക്കുകയാണ്, ജിബ്രീൽ എന്നവരെ, 70,000 മലക്കുകളെ കൊണ്ട് മദീന നിറഞ്ഞിരിക്കുകയാണല്ലോ, മദീനയിൽ മലക്കുകളുടെ സമ്മേളനമാണോ? ബഹുമാനപ്പെട്ട സമസ്തയുടെ സമ്മേളനം ഇന്ന് ബാംഗ്ലൂരിൽ നടക്കുന്നത് പോലെ മദീനയിൽ മലക്കുകളുടെ സമ്മേളനമാണോ നബിയേ എന്ന് നബി തങ്ങൾ ചോദിക്കുമ്പോൾ ജിബ്രീൽ എന്ന മാലാക പറയുകയാണ്, അത് സമ്മേളനത്തിന് വന്ന മലക്കുകളല്ല നബിയേ. ഇന്നിന്റെ പ്രഭാതത്തിൽ മുആവിയതു ബിനു മുആവിയ, ഒരു മുആവിയ എന്ന സ്വഹാബിയുടെ മകനായ മറ്റൊരു മുആവിയ ഇന്ന് മദീനയിൽ വഫാത്തായി നബിയേ. ആ വഫാത്തിന്റെ മുന്നോടിയായി അദ്ദേഹത്തിന്റെ ഈമാൻ കവർന്നു കൊണ്ടുപോവാൻ പിശാച് കടന്നു വരുമ്പോൾ ആ പിശാചിനെ ആട്ടിയോടിച്ചുകൊണ്ട് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുഭാഗത്ത് ബോഡി ഗാർഡായി നിന്നുകൊണ്ട്, അല്ലാ തഖഫൂ, ഓ മുആവിയ, നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹ്സനൂ, നിങ്ങൾ ടെൻഷനാവണ്ട, നിങ്ങൾക്ക് അല്ലാഹു കരാറ് ചെയ്ത സ്വർഗമതാ, ആ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ അടിമയായി മുഅ്മിനായി മരിക്കാൻ അദ്ദേഹത്തോട് ആഹ്വാനം പറയാൻ അല്ലാഹു അയച്ച മലക്കുകളാണ് നബിയേ. 70,000 മലക്കുകളെ കാണുമ്പോൾ എന്റെ മുആവിയക്കൊരു ആശ്വാസമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ അയച്ചത്. അത് സമാധാനത്തിന്റെ വാഹകരാണ്. ഈ സമയത്ത് നബി തങ്ങൾ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ജിബ്രീൽ എന്നവരെ, ഒന്നല്ല രണ്ടല്ല ആയിരമല്ല 70,000 മലക്കുകൾ മരണസമയത്ത് ഇറങ്ങി വരാൻ, അവർ സ്വർഗം കാണിച്ചു കൊടുക്കാൻ, അവർ
അവർ കാണിച്ചു കൊടുക്കുന്ന സ്വർഗം കണ്ടുകൊണ്ട് മലക്കുകളെ കണ്ടുകൊണ്ട് മരിക്കാൻ എന്തൊരു സൗഭാഗ്യമാണ് മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിൽ ചെയ്തത്. എന്തുകൊണ്ടാണ് മലക്കുകളെ കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് സ്വർഗം കാണാനുള്ള ഖൽബിന്റെ കണ്ണല്ലാഹു നൽകിയത് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുമ്പോൾ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, നബിയേ, പരിശുദ്ധ ഖുർആനിൽ എന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പറയുന്ന, അല്ലാഹുവിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു ചെറിയ സൂറത്തുണ്ട് നബിയേ, സൂറത്തുൽ ഇഖ്ലാസിലെ നബിയേ. പ്രസ്തുത സൂറത്തിനെ ഇഷ്ടം വെച്ചുകൊണ്ട് 100 തവണ ദിവസവും മുആവിയത്ത് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹു ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ദിവസവും 100 തവണ പതിവാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ മുകളിൽ നിന്ന് പിശാചിന്റെ മറ നീങ്ങി നബിയേ. ലൗലാ أن الشياطين يحونون على قلوب بني آدم. ആദം സന്തതികളുടെ ഹൃദയത്തിന്റെ മുകളിലുള്ള മറ 100 തവണ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയ കാരണം കൊണ്ട് നീങ്ങിയപ്പോ ലനദറു ഇലാ മലകൂതിസ് സമാവാത്. മുആവിയയുടെ കണ്ണുകൊണ്ട് സ്വർഗം കണ്ടു നബിയേ. മുആവിയക്ക് 70,000 മലക്കുകളെ കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ കഴിഞ്ഞു നബിയേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുഴുവൻ കാണാതെ അറിയുന്ന സൂറത്തുകളാണ്, ഞങ്ങൾക്ക് ഓതാൻ കഴിയുന്ന സൂറത്തുകളാണ്. ദിവസവും 100 തവണ മറക്കാതെ ഓതാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമല്ലാ. ഞങ്ങളുടെ സഹോദരിമാർക്ക് ഓർമ്മശക്തി നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ യുവാക്കൾക്ക് അതിനുള്ള അവസരം നൽകണം മന്നാനെ. ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറ നീങ്ങാനുള്ള ഒന്നാമത്തെ മാർഗം സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കലാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറ നീങ്ങാൻ, ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറ നീങ്ങിയിട്ട് അല്ലാഹുവിന്റെ സ്വർഗം കാണാനും മലക്കുകളെ കാണാനും പ്രാപ്തനായ വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നത് ഹബീബുനാ. അവരുടെ ലക്ഷണം നബി തങ്ങളെ പറയുന്നത് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ജമാഅത്ത് പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒട്ടനവധി സ്വഹാബികൾ വളൂ ചെയ്ത് റവാത്തിബ് നിസ്കരിച്ച് ജമാഅത്തിന് കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് നബി തങ്ങളുടെ ഒരു പ്രഖ്യാപനം വരുന്നത്. അവ്വലു മൻ യദ്ഖുലുൽ മസ്ജിദ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന. ഇനി പള്ളിയിലേക്ക് ആദ്യമായി കടന്നു വരുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ അവകാശിയാണ്. അത്ഭുതത്തോടുകൂടെ സ്വഹാബത്ത് പിൻഭാഗത്തേക്ക് നോക്കുകയാണ്. ആ സമയത്താണ് വുളൂ ചെയ്തുകൊണ്ട് തന്റെ ചെരുപ്പ് കയ്യിൽ പിടിച്ചുകൊണ്ട് താടിരോമത്തിൽ നിന്ന് വുളൂഇന്റെ വെള്ളം മറ്റു വീണുകൊണ്ട്
ഒരു സ്വഹാബി പള്ളിയിലേക്ക് കടന്നു വരുന്നത് അതാരാണെന്നറിയുമോ? സഅദിന് സഈദിന് സുബൈറിൻ ത്വൽഹത്തിൻ വഅബീ ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 സ്വഹാബികളിൽപ്പെട്ട സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ മഹാനായ അംർ ബിൻ അൽ-അസ് റളിയല്ലാഹു അൻഹു പ്രവാചകരുടെ ഉപദേശ നിർദ്ദേശങ്ങളും പ്രഖ്യാപനവും കേട്ടുകഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, സഅദ് എന്നവരെ, ഞാൻ എന്റെ വീട്ടുകാരുമായി ഒരു അഭിപ്രായ വ്യത്യാസത്തിലാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിലേക്ക് പോവാൻ കഴിയില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു അതിഥിയായി കടന്നു വരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ സഅദ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. 2 പേരും ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം 2 പേരും കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് മഹാനായ അംർ ബിൻ അൽ-അസ് റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങാതെ ഉറക്കി അഭിനയിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗ്ഗം നേടാൻ അതിരാ സമയത്ത് വല്ല കർമ്മവും സഅദ് റളിയല്ലാഹു അൻഹു ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. സുബ്ഹിയോടടുത്ത സമയത്ത് എണീറ്റ സഅദ് റളിയല്ലാഹു അൻഹു ചുരുങ്ങിയ നിലയിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ട് സുബ്ഹിന്റെ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. 3 ദിവസവും താമസിച്ച അതിഥിക്ക് പുതുമയുള്ള കാര്യമൊന്നും കാണാതിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ-അസ് റളിയല്ലാഹു അൻഹു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, സഅദ് എന്നവരെ, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നത് എന്റെ വീട്ടുകാരോട് അഭിപ്രായ വ്യത്യാസമുണ്ടായത് കൊണ്ടല്ല, മറിച്ച് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് അവ്വലു മൻ യദ്ഖുലുൽ മസ്ജിദ റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇനി പള്ളിയിലേക്ക് കടന്നു വരുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ പ്രഖ്യാപനത്തിന് ശേഷം പള്ളിയിലേക്ക് കടന്നു വന്നത് നിങ്ങളാണ്. ഞങ്ങളൊക്കെ നേരത്തെ പള്ളിയിൽ ചെന്നുകൊണ്ട് ഇഅ്തികാഫിന്റെ നിയ്യത്തോടു കൂടെ ഖുർആൻ ഓതുന്നവരാണ്. പള്ളിയിൽ സദാസമയം ഇഅ്തികാഫിരിക്കുന്നവരാണ്. നിങ്ങൾ ഞങ്ങളിൽ നിന്ന് വിഭിന്നമായി ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് പള്ളിയിലേക്ക് വരാറുള്ളത്. ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് റവാത്തിബ് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങളെ ജോലിക്ക് പോകുന്ന മനുഷ്യനല്ലേ. അതുകൊണ്ട് പാതിരാ സമയത്ത് ഞങ്ങളെക്കാൾ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വന്നുകൊണ്ട് നിങ്ങളെ ഞാൻ നിരീക്ഷിച്ചു നോക്കുമ്പോൾ പാതിരാ സമയത്ത് നിങ്ങൾ എണീറ്റുകൊണ്ട് ചുരുങ്ങിയ നിലയിലാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ഞങ്ങളെപ്പോലെ ദീർഘമായി തഹജ്ജുദ് നിസ്കരിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഇബാദത്ത് കുറഞ്ഞ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗമുണ്ട് എന്ന് പ്രഖ്യാപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ സ്വഹാബി,
പകൽ സമയത്ത് എന്റെ ഭാര്യ സന്താനങ്ങളെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി ജോലി ചെയ്യാൻ പോകുന്ന കാരണം കൊണ്ട് നിങ്ങളെ പോലെ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കാൻ എനിക്ക് സാധിക്കാറില്ല. അറേബ്യൻ മണലാരുണ്യത്തിലെ കഠിനമായ ചൂടേറ്റുകൊണ്ട് ജോലി ചെയ്യുന്ന കാരണം കൊണ്ട് പാതിരാ സമയത്ത് എണീറ്റുകൊണ്ട് ദീർഘമായി സുന്നത്ത് നിസ്കരിക്കാനും എനിക്ക് സാധിക്കാറില്ല. എങ്കിലും ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ കഴിയുന്നു, വിശ്വാസികളായ ഒരാളോടും എന്റെ മനസ്സിൽ വൈരാഗ്യമില്ല. എന്റെ മനസ്സിൽ ആരോടും അസൂയയില്ല. എന്റെ സഹോദരങ്ങളെ, ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറ നീങ്ങുന്നതിന് വേണ്ടി രണ്ടാമതായി നമുക്ക് വേണ്ടത് ഹൃദയം ശുദ്ധമാവലാണ് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ഒന്നാമതായി സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, ഹൃദയത്തിന്റെ മറ മാറ്റുക. ആ മാറിയ ഹൃദയം കൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ കഴിയണമെങ്കിൽ രണ്ടാമതായി നമ്മിൽ ഉണ്ടാവേണ്ട ഗുണം ആരോടും പകയില്ലാത്ത, ദേഷ്യമില്ലാത്ത, അസൂയയില്ലാത്ത ഹൃദയം ഉണ്ടാവില്ല. അല്ലാഹു നമുക്ക് നൽകട്ടെ, അല്ലാഹു നമുക്ക് നൽകട്ടെ. അങ്ങനത്തെ ഒരു ഹൃദയം നമുക്കുണ്ടോ? ഇവിടുത്തെ പെണ്ണുങ്ങൾക്കല്ല. പെരിന്തൽമണ്ണയിൽ നിന്ന് അങ്ങോട്ട് പോയാൽ അമ്മായിയും മരുവളും തമ്മിൽ കോഴി ഉത്തരമായില്ല പക്കല്. എന്താ കാരണം? ഒരമ്മായിമ്മക്ക് മരുമകളോട് വൈരാഗ്യമുണ്ടാവാനുള്ള കാരണങ്ങളിൽ പ്രധാനമായത് അസൂയ. നിങ്ങൾ കൊണ്ടിട്ടുമ്പോ കഫ്സുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾ കൊണ്ടിട്ടുമ്പോ കുഴിമന്തി ഉണ്ടോ? ഇല്ല, അത് ബിരിയാണിയാണ്. അല്ലേ? പഴയ ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിൽ കടന്നുപോയിട്ടുണ്ട്. കല്യാണ ദിവസം ഒന്നിലധികം വിഭവങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ഉള്ളതുപോലെ ആ സമയത്ത്, ആ കാലത്ത് ഇല്ല എന്ന് മാത്രമല്ല, ഒരു ചോർന്നൊലിക്കാത്ത വീട്ടിൽ താമസിക്കാൻ കൊതിച്ച ഒരു യുഗമുണ്ടായിരുന്നു. പുതിയ കാലത്ത് പെണ്ണുങ്ങളുടെ ചോളി നമ്മളെ പെണ്ണുങ്ങൾ ഇട്ടുക്കണോ? ആ ഒരു പഴയ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിലെ ആഗ്രഹം വിശപ്പടക്കാൻ ഭക്ഷണം, ചോരാത്ത ഒരു പെര, യാത്ര ചെയ്യാൻ സ്വന്തമായി കയ്യിൽ വാഹനമില്ലാത്ത ഒരു യുഗം. ആ കാലത്താണ് പ്രായമുള്ള നമ്മുടെ പല ഉമ്മമാരും ഒരു വീട്ടിലേക്ക് മരുമകളായി കടന്നു വരുന്നത്. ആ പ്രായമുള്ള ഉമ്മയുടെ ചെറിയ മകൻ ഇന്ന് വിവാഹം കഴിക്കുമ്പോ കല്യാണത്തിന്റെ തലേ ദിവസം, പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് തന്റെ മരുമകൾ വന്ന് താമസിക്കാൻ പോകുന്ന റൂമിലേക്ക് അമ്മായിമ്മ നോക്കുമ്പോ മിന്നാമിനിങ്ങ LED ബൾബ് മണിയറയിൽ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തുകയാണ്. ഒന്നും കൂടി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ നല്ല പുതിയ കട്ടില് മകൻ കൊടുത്തിട്ട് അതിന്റെ മേലെ നല്ലൊരു ബെഡുണ്ട്, ചൊറുക്കുള്ള ഒരു വിരിയുണ്ട്. മക അപ്പൊ തന്നെ തുടങ്ങിയിട്ട് ഉള്ളില് പൊളിച്ചു. കല്യാണ ദിവസം തന്റെ മരുമകള് വീട്ടിലേക്ക് വന്നത് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, ഓളെ കയ്യും കാലുമൊക്കെ നിറച്ചു പൊന്ന്. കല്യാണത്തിന്റെ പിറ്റേന്നെ മകന്റെ കൂടെ മരുവോള് നല്ല വണ്ടിയിലും കണ്ട് പോകുമ്പോ നമ്മളമ്മാരെ ഉള്ളിൽ കൂടി ഒരു പുകച്ചിലിങ്ങനെ ഉണ്ടാവും. അതിനല്ലേ കണ്ണിക്കടി എന്ന് പറയാം. പഴയ കാലഘട്ടത്തിൽ ഉമ്മമാർക്ക് ലഭിക്കാത്ത അനുഗ്രഹങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ ആ ഉമ്മയുടെ മരുമകൾക്ക് ലഭിക്കുന്നതിൽ പ്രായമുള്ള ചില ഉമ്മമാർക്കുണ്ടാകുന്ന മനസ്സിലെ കുയിന്തിനാണ് അസൂയ എന്ന് പറയാ. ഈ അസൂയ മനസ്സിൽ വെച്ചുകൊണ്ട് വൈരാഗ്യത്തോടുകൂടെ മരുമകളോട് പെരുമാറുന്ന ഉമ്മമാർ, അത്തരം ഉമ്മമാർക്ക് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്താൻ
ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറ നീങ്ങാനുള്ള അവസരമുണ്ടാവില്ല. ആ ഒരു സുവർണാവസരം നഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് സിറാത്തിന്റെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഗേറ്റിന്റെ സമീപത്തേക്ക് ഇത്തരം ഉമ്മമാര് കടന്നു വരുമ്പോ അവിടെ വെച്ചുകൊണ്ട് മലക്കുകളെ പറയുകയാണ്, സലാമുൻ അലൈക്കും തിബതും ഫദ്ഖുലുഹാ ഖാലിദീൻ. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ബോർഡിംഗ് പാസ് കിട്ടിയാൽ പോയിട്ട് പോകാൻ പറ്റുമോ? എമിഗ്രേഷൻ കൊള്ളാതെ പോയില്ലേ കാര്യം? ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടിയിട്ട് പ്രതീക്ഷയോടുകൂടെ ഫ്ലൈറ്റിലേക്ക് നടക്കുമ്പോൾ എമിഗ്രേഷൻ കൗണ്ടറിൽ വെച്ചുകൊണ്ട് ഫോട്ടോ മാറ്റിയതിന്റെ പേരില്, പാസ്പോർട്ടിൽ കൃത്രിമം കാണിച്ചതിന്റെ പേരിൽ സ്കാനറിലേക്ക് വെച്ചുകൊണ്ട് യാത്രക്കാരനോട് മാറി നിൽക്കാൻ പറയുന്നത് പോലെ കയ്യിൽ ട്രോളി വലിച്ചുകൊണ്ട് പ്രതീക്ഷയോടെ വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാരൻ ക്ഷീണിതനായി വെപ്രാളപ്പെട്ടുകൊണ്ട് നിരാശനായി മാറി നിൽക്കുന്നത് പോലെ ഇതുപോലെയുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടവരാണല്ലോ. ഇതിന് സമാനമായ ഒരവസ്ഥയാണ് ഉണ്ടാകുന്നത്. മഹ്ശറ മൻസവയിലെ ചോദ്യം കഴിഞ്ഞ് അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സ്വർഗത്തിന്റെ ഗേറ്റിങ്ങിൽ വെച്ചുകൊണ്ട് കിതാബ് പരിശോധിക്കുകയാണ്, പാസ്പോർട്ട് പരിശോധിക്കുകയാണ്. എന്നിട്ട് ഇത്തരം ഉമ്മമാരോട് മലക്കുകൾ പറയുന്നത്, ഹൃദയവിശുദ്ധിയുള്ളവരെയാണ് സ്വർഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത്. നിങ്ങൾക്ക് മരുമകളോട് വൈരാഗ്യമാണ്, നിങ്ങൾക്ക് മരുമകളോട് അസൂയയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ഗേറ്റിങ്ങൽ വെച്ചുകൊണ്ട് നരകത്തിലേക്ക് മടങ്ങേണ്ട അവസ്ഥ ഇത്തരം ഉമ്മമാർക്കുണ്ടാകുമെന്ന് ഖുർആൻ നമ്മെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, എന്റെ സഹോദരങ്ങളെ, എന്റെ സഹോദരിമാരെ, അസൂയയിൽ നിന്ന്, പകയിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ മാറ്റിയിട്ട് നിഷ്കളങ്കമായ, പകയില്ലാത്ത, അസൂയയില്ലാത്ത ഒരു മനസ്സ് നമുക്ക് നേടിയെടുക്കാൻ വർഷത്തിലൊരിക്കൽ അല്ലാഹു നമുക്ക് നൽകുന്ന മാസമാണ് ശഹ്റു റമളാൻ. ആ ഒരു മാസത്തിന്റെ വാതിൽക്കലാണ് നാം എത്തി നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ ദർസ് വാർഷികം നടക്കുന്നത്. അല്ലാഹു പറയുന്ന ഇൽമു കൊണ്ട് ഉപകരിക്കുന്ന രൂപത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഉമ്മമാർക്ക് മാത്രമല്ല, മരുൾക്കും ഉണ്ടാവും അങ്ങനത്തെ കേട്. പ്രായമുള്ള ഉമ്മ പെരിയിൽ വേണ്ട, അത് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോണീനൊക്കെ തടസ്സാണ് എന്ന് ഭർത്താവിനോട് ആദ്യം പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് വെച്ച് അതിന് പ്രത്യേകമായ കാരണങ്ങൾ ലഭിക്കാതെ വരുമ്പോ ഉമ്മയിൽ മോശപ്പെട്ട ആരോപണങ്ങൾ പറയണം. അങ്ങനത്തെ ഹൃദയ വിശുദ്ധിയില്ലാത്ത മരുമക്കളും സിറാത്തിന്റെ മുകളിൽ നിന്ന് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയാതെ പ്രയാസപ്പെടും. ആ ഒരു പ്രയാസം നമ്മുടെ ഹൃദയത്തിന് വരാതിരിക്കാൻ, ആ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം മനുഷ്യ സഹജമായ സ്വഭാവങ്ങളുള്ള ആളുകളുടെ ഹൃദയത്തിന്റെ മുകളിൽ നിന്ന് പിശാചിന്റെ മറ നീങ്ങുന്നതിന് വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രവർത്തനമാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് 100 തവണ ഓതണം എന്നുള്ളത്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഈ മണ്ണിൽ കിടക്കുന്ന ഇരുമ്പ്
ഒരു ഇരുമ്പിന്റെ കഷ്ണം ഈ മണ്ണിലിട്ട് കഴിഞ്ഞാൽ മാസങ്ങൾ കഴിയുമ്പോൾ അത് തുരുമ്പിച്ചുകൊണ്ട് കാണുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങള് അമ്മായിമ്മ പോരുകൊണ്ട്, മരുമക്കളോടുള്ള പോരുകൊണ്ട്, ജ്യേഷ്ഠാനുജന്മാര് തമ്മിലുള്ള അസൂയ കൊണ്ട്, പോരുകൊണ്ട്, വൈരാഗ്യം കൊണ്ട് എന്റെയും നിങ്ങളുടെയും ഹൃദയം തുരുമ്പ് പിടിച്ചതാണ് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോൾ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, ഫമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, ആ തുരുമ്പിൽ നിന്ന് എങ്ങനെയാണ് ഞങ്ങളുടെ ഹൃദയത്തിന് മോചനം ലഭിക്കുക, എങ്ങനെയാണ് ഹൃദയത്തിന് മോചനം ലഭിക്കുക എന്ന് ചോദിക്കുമ്പോൾ നബി തങ്ങളെ പറയുന്നത് ഖിറാഅത്തുൽ ഖുർആൻ, ഹൃദയ വിശുദ്ധിയുടെ ഒന്നാമത്തെ മാർഗമെന്ന് പറയുന്നത് സൂറത്തുൽ ഇഖ്ലാസ് 100 തവണ ഓതലാണ് മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതലാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയം ശുദ്ധീകരിക്കാൻ കഴിയുന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഹൃദയത്തിന്റെ മുകളിലുള്ള മരണം നീങ്ങും. അപ്പൊ മരിക്കണ സമയത്ത് സ്വർഗ്ഗം ഇങ്ങനെ കാണാം, മലക്കുകളെ കാണാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആ മലക്കുകളെ കാണണമെങ്കിൽ ഓൾക്ക് നമ്മളൊരു പരിചയമാണെങ്കിൽ മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് കാണണ്ടേ? ഇപ്പൊ ഇങ്ങളെനിക്ക് പരിചയമായി, പള്ളിയിൽ നിന്നൊന്ന് കണ്ടു. അപ്പൊ ഞാൻ ഇവിടെ കൈ പിടിച്ചവർ തന്നെ എന്താ പറഞ്ഞേ? പള്ളിയിൽ നിന്ന് കണ്ടു. ഇനി ഇൻഷാ അല്ലാഹ് പുത്തനങ്ങാടിക്ക് മൂപ്പര് വരുമ്പോ കാപ്പിൽ അല്ലേ എന്ന് ചോദിക്കാം അല്ലേ? എന്നതുപോലെ അല്ലാഹുവിന്റെ മലക്കുകൾ മരണസമയത്ത് നമ്മുടെ സമീപത്തേക്ക് സഹായിക്കാൻ വരുമ്പോൾ ആ മലക്കുകൾക്ക് നമ്മെ കാണുമ്പോൾ ഒരു മുൻപരിചയം വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധമായ റമദാനിന്റെ 27ാമത്തെ രാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന, അതല്ലെങ്കിൽ 21ാമത്തെ, 23ാമത്തെ, 25ാമത്തെ, 29ാമത്തെ റമദാനിലെ ഒറ്റയിട്ട രാത്രിയിൽ കൂടുതൽ സാധ്യതയുള്ള ഖദറിന്റെ രാത്രിയിൽ ആയിരക്കണക്കിന് മാലാഖമാര് നമ്മെ കാണാൻ അല്ലാഹുവിന്റെ ഭൂമികയിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ ഭൂമികയിലേക്ക് കടന്നു വരുമ്പോൾ ആ മലക്കുകൾ ഖദറിന്റെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യുന്ന എന്നോടും നിങ്ങളോടും വന്നുകൊണ്ട് സലാം പറയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ യുസല്ലിമു അലാ കുല്ലി ഖായിമിൻ വഖാഇദിൻ, എണീറ്റുകൊണ്ടും ഇരുന്നുകൊണ്ടും ഇബാദത്ത് ചെയ്യുന്ന ഖദറിന്റെ രാത്രിയിൽ ആരാധന ചെയ്യുന്ന സഹോദരീ സഹോദരന്മാരോട് മലക്കുകൾ വന്ന് പരിചയപ്പെട്ട് സലാം പറയുമെന്ന് പുണ്യനബി പറഞ്ഞുകൊണ്ട് നബി തങ്ങൾ ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്, ഇല്ലാ അലാ അർബഇൻ, 4 വിഭാഗത്തോട് സലാം പറയൂല. 4 വിഭാഗത്തെ മലക്കുകളെ തിരിഞ്ഞു നോക്കൂല, അവരോട് സൗഹൃദം മലക്കുകളെ കാണിക്കുകയില്ല എന്ന് പറയുന്ന പ്രവാചകന് 4 വിഭാഗത്തിലൊരു വിഭാഗത്തെ പറയുന്നത് അൽ മുശാഹിന്, വൈരാഗ്യമുള്ള സഹോദരീ സഹോദരന്മാരാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. 2ാമത്തെ വിഭാഗം കുടുംബ ബന്ധം മുറിക്കുന്നവരാണ്. ഈ കുടുംബ ബന്ധം മുറിക്കുമ്പോഴും ഹൃദയത്തിന് കേടുണ്ടെങ്കിലാണ് ബന്ധം മുറിയുള്ളൂ. ഹൃദയം നിഷ്കളങ്കാണെങ്കിൽ മുറിയോ? വൈരാഗ്യം ഹൃദയത്തിന് കേട് വരുമ്പോഴാണ് വൈരാഗ്യം വരിക. അപ്പൊ ഹൃദയം ശുദ്ധമാവലാണ് അള്ളാഹുവിന്റെ അദൃശ്യ ലോകത്തുള്ള മലക്കുകളെ കാണാനും സ്വർഗം കാണാനുമുള്ള 2ാമത്തെ മാർഗം. ആ ഹൃദയ വിശുദ്ധിയുള്ള ആളുകളായ നമ്മെ കാണാൻ മലക്കുകൾ 1 വർഷത്തിൽ വരുന്ന 2ാമത്തെ രാത്രിയുണ്ട്. അത് പെരുന്നാളിന്റെ രാത്രിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ.
പെരുന്നാളിന്റെ രാത്രി വന്നാൽ ഖുതുബയിൽ പറയുന്ന ഒരു ഹദീസിന്റെ വചനമുണ്ട്, ബസ്സല്ലാഹു മലായികതുഹു ഫിൽ അർള്. ഈ കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് മുഴുവൻ അല്ലാഹു മലക്കുകളെ പരത്തുകയാണ്. കാപ്പില് മുഴുവൻ പെരുന്നാളിന്റെ രാത്രി പെരുന്നാളിന്റെ പകല് വന്നാൽ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്ന വഴികളിലെ മുഴുവൻ ഹൃദയവിശുദ്ധിയുള്ള സഹോദരീ സഹോദരന്മാരെ കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ മലക്കുകളാണ് മരിക്കുന്ന സമയത്ത് സഹായിക്കുക. ആ സമയത്ത് നമ്മുടെ ഹൃദയം ശുദ്ധമാണോ, 100 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് ഓതിയവരാണോ, ആ മലക്കുകളുടെ സഹായത്തോടെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലെത്താൻ, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്ത് നിഷ്കളങ്ക മനസ്സോടെ ജീവിക്കുന്ന ഒരു അടിമക്ക് സാധ്യമാകുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മോട് പെടുത്തട്ടെ. ആ സ്വർഗ്ഗത്തിൽ എത്തിയാലോ രക്ഷപ്പെട്ടില്ലേ? ആ സ്വർഗ്ഗത്തിൽ എത്തിയാൽ അവിടെ ഒരു വലിയ ഗാനമേളന്റെ സ്റ്റേജ് ഉണ്ടാവും. റിമി ടോമിന്റെ ഗാനമേളല്ല, സ്വർഗത്തിൽ ഗാനമേള ഉണ്ടാവും. ഇവിടെങ്ങാനൊരു ഗാനമേളയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്ഥലം ഉണ്ടാവും. സ്വർഗത്തിൽ ഗാനമേള മൂല്യേര് ഉറൂസ് അടിച്ചാൻ തോന്നുന്നുണ്ടാവും അല്ലേ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ദിവസവും 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന, അതുവഴി ഹൃദയം ശുദ്ധമാകുന്ന ഉമ്മമാര് സ്വർഗത്തിലേക്ക് പോകുമ്പോ അവിടെ ഗാനമേള. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങൾ ആയിഷാ ബീവിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെത്താൻ ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ ആഗ്രഹം പ്രകടിപ്പിച്ച സമയത്ത് നബി തങ്ങൾ പറയുകയാണ്, ആയിഷ, അനുഗ്രഹീതമായ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ സ്വർഗത്തിലുള്ള തരുണീമണികളായ ഹൂറുല്ലീങ്ങളായ സഹോദരിമാര് അവിടെയുള്ള ഗാനമേള സ്റ്റേജിൽ വെച്ചുകൊണ്ട് ദുനിയാവിലെ സഹോദരിമാരെ പരിഹസിച്ചുകൊണ്ട് പാട്ടുപാടുമെന്ന് നബി തങ്ങളെ പറയുമ്പോൾ സുവർണമായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ സുന്ദരമായ മുഖം വിവർണമാവുകയാണ്. നബി തങ്ങളോട് ആയിഷ ബീവി പുഞ്ചിരി അഭിനയിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, നബിയേ, പ്രതീക്ഷയോടുകൂടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ഞങ്ങളെ പരിഹസിക്കുമോ നബിയേ? അവർ ഞങ്ങളെ കളിയാക്കുമോ നബിയേ? ആ സമയത്ത് നബി തങ്ങളെ പറയുകയാണ്, ഗാനമേളയുടെ സ്റ്റേജിൽ വെച്ചുകൊണ്ട് നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് പാട്ടുപാടുമെന്നോ? ആ സമയത്ത് ആയിഷ ബീവി നബിയോട് ചോദിക്കുകയാണ്, എന്തൊരു പാട്ടാണ് അവർ പാടുക? ആ സമയത്ത് നബി തങ്ങളെ പാടിക്കൊടുക്കുകയാണ് ഹൂറുല്ലീങ്ങളെ പാടുന്ന പാട്ട്, നഹീനുൽ ഖലീദാതു ഫലാ നബീദു അബദാ ഫലാ നബീദു നഹീനു നാഇമാതു ഫലാ നബ്അസു അബദാ ഫലാ നബ്അസു നഹീനു റാദിയതു ഫലാ നഹീനു റാദിയതു ഫലാ നസ്ഖതു അബദാ ഫലാ നസ്ഖതു.
നിന്ന് സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന സഹോദരിമാരെ, സ്വർഗം ഞങ്ങളുടെ തറവാടാണ്. നിങ്ങൾ ദുനിയാവിൽ നിന്ന് വന്ന് പാർക്കുന്നവരല്ലേ. നമ്മളെ പെരയില് പ്രസവത്തിന് ഒരു പെണ്ണിനെ കൊണ്ടിരുത്തിയ ഓൾക്ക് വല്ല വിലയില്ല. പാർപ്പേത്തി എന്നല്ല എന്നമായി നിങ്ങൾ പാർപ്പേത്തികളല്ലേ. രണ്ടാമതായി ഹൂറുൽ ചോദിക്കുന്നത്, ദുനിയാവിലെ പെണ്ണുങ്ങളെ, നിങ്ങളെക്കാള് സൗന്ദര്യം ഞങ്ങൾക്കാണ്. ഹൂറുൽ ലിസാന്റെ പല്ലി കണ്ട് കൊണ്ട് ജിബ്രീൽ പോലും അമ്പരന്നിട്ടുണ്ട്. ഹൂറുൽ പല്ലിന്റെ ലങ്കൽ കണ്ട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് പോലും അമ്പരന്നിട്ടുണ്ട്. നമ്മളെ പെണ്ണുങ്ങളെ പല്ലുണ്ട ബോധം കിടൂല. ഇവിടുത്തെ പെണ്ണുങ്ങളല്ല, എന്റെ പേരത്തെ കഥ. ഇത് കേട്ടുകൊണ്ട് ദുനിയാവിലെ പെണ്ണുങ്ങളെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് നബി തങ്ങളെ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിയോട് പറയുകയാണ്, നബിയേ, ഞങ്ങള് മോശക്കാരികളല്ല നബിയേ. ഞങ്ങളെ എങ്ങാനും പരിഹസിച്ചുകൊണ്ട് സ്വർഗത്തിലെ തരുണീമണികള് പാട്ടുപാടിയാൽ ഐഷാന്റെ നേതൃത്വത്തിലുള്ള ദുനിയാവിലെ പെണ്ണുങ്ങള്, കാപ്പിലുള്ള സഹോദരിമാര് അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തിരിച്ചൊരു പാട്ടുപാടിയിട്ട് അവരെ തോൽപ്പിക്കുമെന്ന് ആയിഷ ബീവി പറയുമ്പോൾ നബി തങ്ങൾ ആയിഷ ബീവിയോട് ചോദിക്കുകയാണ്, ആയിഷ, എന്തൊരു പാട്ടാണ് ആ സമയത്ത് നിങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പാടിയിട്ട് വിജയിക്കുക എന്ന് ചോദിക്കുമ്പോ ആയിഷ ബീവി നബിയോട് മുമ്പിൽ വെച്ചുകൊണ്ടൊരു പാട്ട് പാടുകയാണ്. നബിയോട് പറയുന്നു, നബിയേ, ആയിഷ ഒരു പാട്ട് പാടും, കാപ്പിലുള്ള പെണ്ണുങ്ങൾ അതിന്റെ പിന്നിൽ വെച്ചുകൊണ്ട് അത് ഏറ്റുപാടും. ഞങ്ങളാ പാട്ട് പാടിയാൽ നിങ്ങൾ പറയുന്ന സ്വർഗത്തിലെ തരുണീമണികൾ പരാജയപ്പെടുമെന്ന് ആണയിട്ടുകൊണ്ട് പറയുമ്പോൾ നിങ്ങൾ ആ പാട്ടൊന്ന് പാടണമെന്ന് നബി തങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ദുനിയാവിലെ മുഴുവൻ പെണ്ണുങ്ങളുടെയും മുമ്പിൽ വെച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ നേതൃത്വത്തിൽ ഹുറുല്ലീങ്ങളെ പരാജയപ്പെടുത്തുന്ന പാട്ട് നബി തങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പാടുകയാണ്. നഹീനുൽ മുസല്ലിയാതു ഫലസല്ലൈതുന്നാ ഫലാ സല്ലൈതുന്നാ നഹീനു സായിമാതു ഫലാ സുംതുന്നാ ഫലാ സുംതുന്നാ നഹീനുൽ മുതസദ്ദിഖാതു ഫലാ സദ്ദഖ്തുന്നാ ഫലാ സദ്ദഖ്തുന്നാ. ഞങ്ങൾ നിസ്കരിച്ചവരാണ്. നിസ്കരിച്ചോ? സ്വർഗത്തിൽ നിസ്കാരം ഉണ്ടോ? ചെറിയ ഞങ്ങൾ നോമ്പ് നോറ്റ പെണ്ണുങ്ങളെ നോമ്പ് പറ്റൂടാ. ഞങ്ങള് നിസ്കരിച്ചവരാണ്, ഞങ്ങള് നോമ്പ് നോറ്റവരാണ്. ഇസ്വാഇമി ഫർഹത്താൻ, നോമ്പുകാർക്ക് രണ്ട് സന്തോഷമുണ്ട്, നോമ്പുകാർക്ക് രണ്ട് സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഇൻദ ഫിത്രി, ഒന്ന് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള സന്തോഷമാണെങ്കിൽ വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി, രണ്ടാമത്തെ സന്തോഷം അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വെച്ചുകൊണ്ട് റബ്ബിനെ കാണുമ്പോഴാണ് എന്ന് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നോമ്പ് നോറ്റവരാണ്, ഞങ്ങൾ നിസ്കരിച്ചവരാണ് എന്ന് മാത്രമല്ല ഞങ്ങളുടെ പ്രദേശത്ത് ഞങ്ങളുടെ ജുമുഅത്ത് പള്ളിയിൽ നടക്കുന്ന ദർസിന്റെ വാർഷികം നടക്കുമ്പോൾ ആ മുതഅല്ലിമീങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സ്വതക്ക ചെയ്തവരാണ്.
മഹീനുൽ മുതസദ്ദിഖാതു ഫലാ സദ്ദഖതുന്നാ ഹൂറിലിങ്ങളെ, ഞങ്ങൾ സ്വർഗം വിലക്ക് വാങ്ങിയവരാണ്. അള്ളാന്റെ മാർഗത്തിൽ നിങ്ങൾ സ്വതക്ക നൽകിയിട്ടുണ്ടോ? ഈ ആശയമുള്ള ഗാനം ആലപിച്ചുകൊണ്ട് ഹൂറിലിങ്ങളെ പരാജയപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നബി തങ്ങളെ പറയുകയാണ്, ആയിഷ, അങ്ങനെ പാട്ടുപാടാൻ ദുനിയാവിലെ പെണ്ണുങ്ങൾക്ക് കഴിഞ്ഞാൽ ഇന്ന നിസാ ദുനിയാ അഫ്ളലു മിൻ ഹൂറുൽ ഐൻ ഖാല റസൂലുള്ളാഹ്. അങ്ങനെ പാടാൻ കഴിയുന്ന സ്വതക്ക ചെയ്യുന്ന പെണ്ണുങ്ങൾ ഹൂറുല്ലീങ്ങളെക്കാൾ ഉത്തമകളാണ്. അല്ലാഹു ആ കൂട്ടത്തിൽ മഞ്ഞുള്ള രാത്രിയിൽ തണുപ്പ് സഹിച്ചുകൊണ്ട് മുത്തല്ലിമീങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്ന മുഴുവൻ ഉമ്മമാരെയും അല്ലാഹു ഉൾപ്പെടുത്തട്ടെ, അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആ ഒരു കൂട്ടത്തിൽ പെടണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് സ്വതക്ക ചെയ്യണല്ലോ. അങ്ങനെയാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്. അല്ലാഹു അത് മുത്തല്ലിമീങ്ങളെ സഹായിക്കാനുള്ള സ്വതക്ക തന്നെ ആക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരു ഷീറ്റ് അവിടുന്ന് കിട്ടും. ആ പെണ്ണുങ്ങളെ ഇങ്ങനെ നോക്കണ്ടെന്നാ വന്നാൽ നമ്മൾ തരാന്ന ഓലിപ്പോ നേരത്തെ കണക്കാക്കി കൊടുത്തിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഓർക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും. വാഗ്ദാനം ചെയ്യാൻ കഴിയും. നമുക്കും അല്ലാഹു ആ ഗാനമേള കാണാനാണ് തൗഫീഖ് നൽകട്ടെ. ഗാനമേള കാണുന്ന ഒരു സദസ്സുണ്ട്, അത് പ്രദർശന ഹാളാണ്. ഹബീബുന മുഹമ്മദ് മുസ്തഫ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര കഴിഞ്ഞുകൊണ്ട് മദീനയിൽ തിരിച്ചെത്തുകയാണ്. രണ്ടുപേരും അവരവരുടെ വീടുകളിലേക്ക് പോവാൻ വേണ്ടി പരസ്പരം പിരിയുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ജമഅനല്ലാഹു സൂഖൽ ജന്ന. അല്ലാഹു നമ്മെ സ്വർഗത്തിലെ എക്സിബിഷൻ ഹാളിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ഇപ്പൊ ഇന്ന് ഞാൻ പോരുമ്പോ നിങ്ങളുടെ ഉസ്താദ് 7 മണിക്ക് എത്താൻ പറഞ്ഞു അല്ലേ? എന്നാ ഏഷന്റെ ജമാഅത്തിന്റെ മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഭക്ഷണം കഴിക്കാൻ നേരത്തെ വയൽ തുടങ്ങാൻ. പെരിന്തൽമണ്ണ ആയിഷ കോംപ്ലക്സ് മുതൽ മാനത്തുമംഗലം വരെ ബ്ലോക്കാണ്. അപ്പൊ അവിടെ എന്താ എക്സിബിഷൻ ഹാളുണ്ട്, ഒരു എക്സിബിഷൻ ഉണ്ടാ പാടത്തിന്, അതിന്റെ ബ്ലോക്കാണ്. ചെറിയ എക്സിബിഷൻ ഹാളാണ് ദുനിയാവിലെങ്കിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത് സ്വർഗ്ഗത്തിലെ പ്രദർശന ഹാളിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടട്ടെ. ആ സമയത്ത് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, സ്വർഗ്ഗത്തിൽ എക്സിബിഷൻ ഹാൾ ഉണ്ടോ? ആ സ്വർഗ്ഗത്തിലെ എക്സിബിഷൻ ഹാൾ അബൂ ഹുറൈറ തങ്ങളൊന്ന് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്വർഗ്ഗത്തിലെ എക്സിബിഷൻ ഹാളിൽ അല്ലാഹു നമ്മെ ഒരുമിച്ചിട്ടുണ്ട്. പുരുഷന്മാരെ മുഴുവൻ അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. അവിടേക്ക് എത്തണമെങ്കിൽ ഒരു ഹദിയ നമുക്ക് കൊടുത്തു. തഖ്വയുള്ളവരുടെ അടയാളം ഓൽക്ക് അല്ലാഹു കൊടുത്തതിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചിലവഴിക്കുന്നതാണ്. മൂല്യമാർക്കാണ് ചോദിക്കുന്നത്. 1 കൊടുത്താൽ 9 ലക്ഷം ഇരട്ടി പ്രതിഫലമാണ്. എന്നിട്ട് ആ കുട്ടികൾ നല്ല നല്ല ദീനീ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ആ ഒരു വളർച്ചയിൽ ഇതര മഹല്ലുകളിൽ പോയി ദീനീ ദഅ്വാ രംഗത്ത് അവർ പ്രവർത്തിക്കുമ്പോൾ അവർ ദുആ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, വലിമൻ ആനൂനാ. അല്ലാഹുവേ, കാപ്പിൽ ഞങ്ങളെ ദറസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സമാജത്തിന്റെ വികസനത്തിന് വേണ്ടി നിന്റെ ദീനീ ദഅ്വക്കുള്ള പരിശീലനത്തിന് വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സഹായിച്ച ഉപ്പമാരുണ്ട്, ഞങ്ങളെ സഹായിച്ച ഉമ്മമാരുണ്ട്. അവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് ദുആ ചെയ്യുമ്പോൾ, അവർക്ക് നീ പകരം നൽകണമെന്ന് ദുആ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അല്ലാഹു നമ്മുടെ പാപങ്ങളെ പണ്ഡിതന്മാരുടെ അവൻ സ്വീകരിക്കുന്ന ഉഖ്റവിയായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥന കൊണ്ട് പാപങ്ങൾ പൊറുക്കുമെന്ന് മാത്രമല്ല, ഹബീബുനാ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, സിറാത്ത് പാലത്തിന്റെ മുകളിൽ ഒരു തർക്കം നടക്കുകയാണ്. പണ്ഡിതന്മാരും മലക്കുകളും തമ്മിലാണ് തർക്കം നടക്കുന്നത്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, പണ്ഡിതന്മാരെന്ന് പറയുന്നത്, ഉഖ്റവിയായ പണ്ഡിതന്മാരെന്ന് പറയുന്നത് അനന്തരാവകാശികളാണ്. ആരുടെ എന്നറിയുമോ? നബിമാരുടെ അനന്തരാവകാശികളാണ്. അതുകൊണ്ട് പ്രവാചകന്മാര് സിറാത്ത് പാലത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചാൽ സിറാത്തിന്റെ മുകളിലേക്ക് രണ്ടാമതായി പ്രവേശിക്കുന്ന വിഭാഗം അത് അൽ ഉലമാ, ഉഖ്റവിയായ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിത വ്യൂഹത്തോട് സിറാത്തിന്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി മലക്കുകളെ പറയുമ്പോൾ പണ്ഡിതന്മാര് പറയുകയാണ്, ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോവാനായിട്ടില്ല, ഞങ്ങള് സിറാത്തിന്റെ മുകളിലേക്ക് കയറൂല. ഞങ്ങള് കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് പള്ളി ദർസിൽ ഓതി പഠിക്കുമ്പോൾ ഞങ്ങളുടെ സൽപ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ച ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവരില്ലാതെ ഞങ്ങൾക്ക് സ്വർഗം വേണ്ട. ഈ സമയത്ത് മലക്കുകൾ അല്ലാഹുവിനെ വിവരം അറിയിക്കുകയാണ്. ആ സമയത്ത് മലക്കുകളോട് പറയുകയാണ്, ആരൊക്കെയാണോ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോവേണ്ടത്, ആരൊക്കെയാണോ പഠിക്കുന്ന സമയത്ത് സഹായിച്ചത്, ആരൊക്കെയാണോ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്, അവരെ മുഴുവനെ കൈപിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവീനെന്ന് അല്ലാഹുവിന്റെ ഓർഡർ ലഭിക്കുമ്പോൾ ഇന്നൽ ഉലമാ യുഖദ്ദിമൂനൽ അഗ്നിയാ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ. നമ്മളെ മൂല്യമാറ്റിയ യുഖദ്ദിമൂനൽ അഗ്നിയാ, അവരെ സഹായിച്ച ധനികരായ ആളുകളെ അവരുടെ മുമ്പിൽ നടത്തി സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും മുഹമ്മദ് മുസ്തഫ. അങ്ങനെ പോയി സ്വർഗത്തിലെ പ്രദർശന ഹാള് കാണണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാണാ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക. ഇതെല്ലാം വിശദീകരിച്ചുകൊണ്ട് നബി തങ്ങൾ അവസാനമായി പറയുന്നത്, അബൂ ഹുറൈറ തങ്ങളെ ഈ പ്രദർശന ഹാളിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹുവിനെ കാണാൻ കഴിയുക. ലിസ്വാഇമി ഫർഹത്താൻ. റജബ് കഴിഞ്ഞ ശഅബാനും കഴിഞ്ഞ റമളാനിൽ വരുന്ന നോമ്പിന്റെ ഹൃദയവിശുദ്ധിയോടെ നോമ്പ് നോൽക്കുന്ന സഹോദരീ സഹോദരന്മാർക്ക് രണ്ട് സന്തോഷമുണ്ട്. ഒന്ന് നോമ്പ് തുറക്കുന്ന സന്തോഷമാണെങ്കിൽ വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, അല്ലാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷമാണ് രണ്ടാമത്തെ സന്തോഷമെങ്കിൽ ആ സന്തോഷം ലഭിക്കുന്നത് സ്വർഗത്തിലെ പ്രദർശന ഹാളിൽ വെച്ചുകൊണ്ടാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലെ പ്രദർശന ഹാളിൽ നോമ്പ് നോറ്റ ആണും പെണ്ണുമാണ് ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നോമ്പ് നോറ്റ ആണും പെണ്ണും പ്രദർശന ഹാളിൽ സന്തോഷം അനുഭവിക്കുമ്പോൾ ഈ മൂല്യമാറ്റുകളുടെ കൂടെ ആ സന്തോഷവേളയിൽ പങ്കാളികളാവാൻ അല്ലാഹു നമുക്ക് ഈ ഒരു സദസ്സ് അതിനുള്ളൊരു സബബാക്കി തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ദുആ അടക്കം 10 മണിക്ക് പിരിന്ന ഞങ്ങളെ നിബന്ധന അല്ലേ? എല്ലാരും ഒന്ന് നിശാണി ചേർക്കല്ലേ? ഒരു ഫാത്തിഹ ഓതിട്ടാണ് ചേർക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ.
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനായ തമ്പുരാനേ ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ നടന്നു വന്ന കാലടിപ്പാടുകളും തിരിച്ചു പോകുന്ന കാലടിപ്പാടുകളും നൽകിയ ഹദിയകളും ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ്. ശിഷ്ടകാല ഞങ്ങളുടെ ജീവിതം നിന്റെ തൃപ്തിയിലാക്കണം തമ്പുരാനെ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി 70,000 മലക്കുകളുടെ സാന്നിധ്യത്തിൽ സ്വർഗം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അതിനുവേണ്ടി ദിവസവും 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. ഹൃദയവിശുദ്ധി ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. ഹൃദയത്തിന്റെ മുകളിലുള്ള പിശാചിന്റെ മറനീക്കണം തമ്പുരാനെ. ആരോടും വൈരാഗ്യമില്ലാത്ത പകയില്ലാത്ത ഹൃദയം ഞങ്ങൾക്ക് ലഭിക്കാൻ നിന്റെ ഖുർആൻ പാരായണം ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ആ ഖുർആനിലെ പരിശുദ്ധമായ നിന്റെ ഏകത്വത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വിശദീകരിക്കുന്ന സൂറത്തുകൾ 100 തവണ ഓതാൻ ഞങ്ങൾക്ക് നല്ല മനസ്സ് നൽകണമല്ലാഹ്. നല്ല മനസ്സ് നൽകണമല്ലാഹ്. തൗഫീഖ് നൽകണം റഹ്മാനേ. ആ വിശുദ്ധമായ ഹൃദയത്തോടുകൂടെ മരണപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ സിറാത്തിന്റെ മുകളിൽ ഞങ്ങൾ സഹായിച്ച മുത്തഅല്ലിമീങ്ങളുടെ മുമ്പിലായി സ്വർഗത്തിലേക്ക് നടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. ഈ സഹായം അതിനുള്ള കാരണമാക്കണം മന്നാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാര്, ഉപ്പമാര്, ഭാര്യമാര്, ഭർത്താക്കള്, മക്കള്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, കടമയുള്ളവർ, കടപ്പാടുള്ളവർ എല്ലാവരുടെയും ബർസഖിയായ ലോകത്തേക്ക് ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഫാത്തിഹ സൂറത്തുകളുടെയും ഇഖ്ലാസ് മുഅവ്വിദതൈനുകളുടെയും സവാബ് നൽകണം അല്ലാഹ്. അവർക്ക് സ്വർഗം നൽകണം അല്ലാഹ്. അവർക്ക് സ്വർഗീയ ഭക്ഷണം ബർസഖി ജീവിതത്തിൽ വെച്ചുകൊണ്ട് തന്നെ നൽകണം അല്ലാഹ്. സ്വർഗീയ പാനീയങ്ങൾ കുടിപ്പിക്കണം അല്ലാഹ്. ഖബർ ഇടുക്കത്തിലാക്കല്ല അല്ലാഹ്. ഇടുക്കത്തിലാക്കല്ല അല്ലാഹ്. ദുനിയാവിൽ സുഖമനുഭവിക്കാത്ത ഉമ്മമാര്, പാവപ്പെട്ട ഉമ്മമാര്, നല്ല ഭക്ഷണം പോലും കഴിക്കാത്തവരാണ്. ഞങ്ങളുടെ ഉപ്പമാര് നല്ല ഒരു വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത് പോലെ താമസിക്കാൻ കഴിയാത്തവരാണ്. വിവരദോഷം കൊണ്ട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ടാകും. പൊറുക്കണം റഹ്മാനേ. അവരോട് കരുണ ചെയ്യണം മന്നാനേ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ ഓരോ സഹോദരന്റെയും സഹോദരിയുടെയും ഹൃദയത്തിലേക്ക് നോക്കുന്ന റബ്ബേ, ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം റാഹത്തോടെ പൂർത്തീകരിച്ചു തരണമല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ മുറാദുകൾ ഹസ്സലാക്കണം റഹ്മാനേ. വിഷമങ്ങൾ അകറ്റണം തമ്പുരാനെ. പ്രയാസങ്ങൾ തീർക്കണം മന്നാനേ.
രോഗികളായ ആളുകളുണ്ട്. ക്യാൻസർ രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. രോഗികളുടെ കൂട്ടത്തിൽ പിഞ്ചോമന മക്കളുണ്ട്. അല്ലാഹുവേ കിഡ്നി നഷ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ തലവേദന കൊണ്ട്, മൈഗ്രെയിനില്ല തലവേദന കൊണ്ട് പ്രയാസപ്പെടുന്നു എന്ന് പറഞ്ഞവരുണ്ട്. ശരീരവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ചെറുതും വലുതുമായ ഞങ്ങൾ അനുഭവിക്കുന്ന, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗം നിനക്കറിയാമല്ല അല്ലാ. ശിഫ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. ഉമ്മമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. ഭാര്യമാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. ഭർത്താക്കന്മാരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. മക്കളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണം തമ്പുരാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം തമ്പുരാനെ. വീട് പണി തുടങ്ങി വെച്ചവർക്ക് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണം തമ്പുരാനെ. അല്ലാഹുവേ വാടക വീടുകളിൽ താമസിച്ച് പ്രതീക്ഷയേറ്റുകൊണ്ട് നിരാശയോടുകൂടെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവർക്കൊരു കൂര വെക്കാനുള്ള വഴി നീ എളുപ്പമാക്കണമല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. സ്വദേശത്തും വിദേശത്തുമായി ജോലി ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരങ്ങള്, അല്ലാഹുവേ ഞങ്ങളുടെ ഉപ്പമാര്, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ ഭർത്താക്കൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, എല്ലാവരുടെയും ജോലികളിൽ ഖൈറാണെങ്കിൽ സ്ഥിര നൽകണം തമ്പുരാനെ. വരുമാന മാർഗങ്ങളിൽ ബറക്കത്ത് ചെയ്യണം മന്നാനെ. ഉചിതമായ ജോലി ഇല്ലാത്തവർക്ക് ഉചിതമായ ജോലി നൽകണം തമ്പുരാനെ. അർഹമായ ശമ്പളം ലഭിക്കാത്തവർക്ക് അർഹമായ ശമ്പളം നൽകണം അല്ലാ. അല്ലാഹുവേ വിദേശത്തേക്ക് പോവാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ട്. രേഖകൾ ശരിപ്പെടുത്തണം തമ്പുരാനെ. രേഖകൾ ശരിപ്പെടാത്തതിന്റെ പേരിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. അവരുടെ രേഖകൾ ശരിപ്പെടുത്തി കൊടുക്കണം തമ്പുരാനെ. വിദേശത്ത് ജയിലിലകപ്പെട്ടവരുണ്ട്. മോചനം നൽകണം തമ്പുരാനെ. അല്ലാ, എല്ലാറ്റിലും ഉപരിയായി ഒരു നിമിഷം ഞങ്ങളുടെ മരണം സംഭവിക്കുന്ന ഒരു സമയം കടന്നു വരാനുണ്ട്. ഇന്ന് സുബൈർ ഫൈലിയെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് മയ്യത്ത് എപ്പോഴാണ് എടുക്കുക എന്ന് എന്റെ കൂട്ടുകാരും നാട്ടുകാരും കുടുംബങ്ങളും ബന്ധുക്കളും ചോദിക്കുന്ന ഒരു നിമിഷമുണ്ട്. അല്ലാ, ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചേതനയറ്റ ഞങ്ങളുടെ ശരീരം കുളിപ്പിച്ചുകൊണ്ട് കഫം ചെയ്തുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകുകയെന്ന് പറയുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അതിന് ഞങ്ങൾക്ക് ഹൃദയവിശുദ്ധി നൽകണം തമ്പുരാനെ. പകയില്ലാത്ത മനസ്സ് നൽകണം തമ്പുരാനെ. വൈരാഗ്യമില്ലാത്ത മനസ്സ് നൽകണം റഹ്മാനെ. അസൂയയില്ലാത്ത മനസ്സ് നൽകണം തമ്പുരാനെ. മുഅ്മിനീങ്ങളുടെ ഗണത്തിൽ ഞങ്ങൾ പെടാൻ കാലുകൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണമല്ല. കൈകളെ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ പൊറുക്കണമല്ല. ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോയ തെറ്റുകൾ പൊറുക്കണമല്ല. ഓരോ അവയവങ്ങളെ കൊണ്ടും ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നിനക്കറിയാമല്ല തമ്പുരാനെ. ഖേദത്തോടെ നിന്ന മാസമായ റജബിൽ ഞങ്ങളെ മടങ്ങുന്നു റബ്ബേ. ഞങ്ങൾക്ക് പൊറുക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് പൊറുക്കണം തമ്പുരാനെ. കൂടുതൽ നന്മ ചെയ്യാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. നീ ആദരിക്കാൻ പറഞ്ഞ, ബഹുമാനിക്കാൻ പറഞ്ഞ, അതിമഹത്വം എന്ന് ഖുർആനിൽ പറഞ്ഞ റജബിലാണ് ഞങ്ങളുള്ളത്. ഈ മാസത്തിലെങ്ങാനും ഞങ്ങൾ തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ ഞങ്ങൾക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്നാണല്ലോ. അല്ലാഹ്
ആദരിക്കേണ്ട റജബിനെ ആദരിക്കേണ്ട രൂപത്തിൽ ബഹുമാനിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണം തമ്പുരാന്. ഹബീബിന്റെ മാസമായ ശഅബാനിലേക്കാണ് ഞങ്ങൾ പ്രവേശിക്കാൻ പോകുന്നത്. അതിനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമല്ലാ. കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമല്ലാ. അല്ലാഹുവേ, റമളാനിന്റെ എല്ലാ നല്ല മുന്നൊരുക്കങ്ങളും നടത്തിയിട്ട് ഞങ്ങളുടെ മാസമായ റമളാനിനെ വരവേൽക്കാൻ, ഇബാദത്തുകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാൻ, അതുവഴി പെരുന്നാളിന്റെ രാത്രിയിൽ ഭൂമികയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉഷ്ഹിദുക്കും മലായികത്തീ, പെരുന്നാളിന്റെ ഖുതുബ കഴിഞ്ഞ് പിരിയുന്നതിന് മുമ്പ് മലക്കുകളെ നിങ്ങൾ സാക്ഷികളാണ്. പാവപ്പെട്ട എന്റെ അടിമകൾ പട്ടിണി കിടന്ന് നോമ്പ് നോക്കുന്നത് നിങ്ങൾ കണ്ടവരല്ലേ? അവർ നോമ്പിന്റെ ക്ഷീണം വകവെക്കാതെ തറാവീഹ് നിസ്കരിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? ഈ തറാവീഹിന്റെ കാരണം കൊണ്ട്, നോമ്പിന്റെ കാരണം കൊണ്ട്, റമളാനിൽ നോമ്പ് നോറ്റുകൊണ്ട് ഹദിയ ചെയ്ത കാരണം കൊണ്ട്, ഇങ്ങനെ ഓരോ സൽപ്രവർത്തനങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഇവർ സ്വർഗത്തിലാണ് എന്ന് പറയുമ്പോ, അല്ലാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമല്ല. ഞങ്ങളുടെ പാവപ്പെട്ട ഉമ്മമാരെ ഉൾപ്പെടുത്തണമല്ല. ഞങ്ങളുടെ പാവപ്പെട്ട ഉപ്പമാരെ ഉൾപ്പെടുത്തണമല്ല. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളെ ഉൾപ്പെടുത്തണമല്ല. ഞങ്ങളെ സഹായിച്ച് ഭക്ഷണം തരുന്ന, വസ്ത്രം തരുന്ന ഞങ്ങളുടെ മഹല്ലിലുള്ള സഹോദരീ സഹോദരന്മാരെയും ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ ഈ ബന്ധം നിന്റെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് പുതുക്കാനുതകുന്ന ബന്ധമാക്കണം അല്ലാ. മുതഅല്ലിമീങ്ങളെ സഹായിച്ച ഉമ്മമാരെ നീ സഹായിക്കണമല്ലാ. മുതഅല്ലിമീങ്ങളെ സഹായിച്ച ഉപ്പമാരെ നീ ഏറ്റെടുക്കണം അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. رب ارحم والدينا كما ربونا صغارا. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين. الحمد لله رب العالمين. നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനകളിലും എന്നെയും മാതാപിതാക്കളെയും ഭാര്യ സന്താനങ്ങളെയും ഉസ്താദുമാരെയും ഉൾപ്പെടുത്തണം എന്ന വസിയത്തോടെ എൻ്റെ പ്രാർത്ഥനകളിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഇവരെയും ഉൾപ്പെടുത്താം എന്ന വാക്കോടെ വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.